ചക്രവാണി ക്ലാസ്സസ് 2.0. ഇന്ന് നമ്മൾ ജി കെയുടെ ഒരു ടെസ്റ്റ് പേപ്പർ സീരീസാണ് നടത്തുന്നത്. 40 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ടെസ്റ്റ് പേപ്പറാണ് ഇന്ന് നടത്തുന്നത്. ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. LD നിലവാരത്തിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ജി കെ ടെസ്റ്റ് പേപ്പറാണ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കറണ്ട് അഫേഴ്സിൻ്റെ 10 ക്വസ്റ്റ്യൻ ഇതേപോലെ ടെസ്റ്റ് പേപ്പർ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലാരും വലുതായിട്ട് കണ്ട് കമൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. മാർക്ക് കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലുതായിട്ട് ആരും മാർക്കൊന്നും കമൻറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇന്ന് നടത്തുന്ന ജി കെ ടെസ്റ്റ് പേപ്പറിൻ്റെ മാർക്കെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ചോദ്യത്തിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏത്? ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ മനാസ് ദേശീയോദ്യാനം, ഓപ്ഷൻ ബി കാഞ്ചൻജംഗ ദേശീയോദ്യാനം, ഓപ്ഷൻ സി ജൽദപ്പാറ ദേശീയോദ്യാനം, ഓപ്ഷൻ ഡി ഡച്ചിംഗാം ദേശീയോദ്യാനം. ഈ പറഞ്ഞതിൽ ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ ഒന്നുകൂടി പറയാം. മനാസ് ദേശീയോദ്യാനം, കാഞ്ചൻജംഗ ദേശീയോദ്യാനം, ജൽദപ്പാറ ദേശീയോദ്യാനം, ഡച്ചിംഗാം ദേശീയോദ്യാനം. ഇതിലേതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം? ഉത്തരം ഓപ്ഷൻ ബി കാഞ്ചൻജംഗ ദേശീയോദ്യാനം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനമാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം. സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. കാഞ്ചൻജംഗ പർവ്വതത്തിന്റെ ഉയരം എന്ന് പറയുന്നത് 8586 മീറ്റർ ആണ്. തർക്കരഹിത ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. അതിന്റെ ഉയരം 8586 മീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ്? കാഞ്ചൻജംഗ ദേശീയോദ്യാനം. ഓപ്ഷനിൽ മനാസ് ദേശീയോദ്യാനം ഉണ്ട്. മനാസ് ദേശീയോദ്യാനം എവിടെയാണ്? ആസാമിലാണ്. മനാസ് ദേശീയോദ്യാനം ആസാമിലാണ്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന കാസിരംഗ നാഷണൽ പാർക്കും ആസാമിലാണ്. അതേപോലെ ഈയിടയ്ക്ക് ചോദിച്ച റെയ്മോണ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? ആസാമിലാണ്. ഇനി ഓപ്ഷനിൽ ഉണ്ടായിരുന്ന മറ്റൊരു നാഷണൽ പാർക്കായിരുന്നു ജൽദപ്പാറ. ജൽദപ്പാറ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. അതേപോലെ ഡച്ചിംഗാം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലുമാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതെന്നായിരുന്നു. ഉത്തരം കാഞ്ചൻജംഗ ദേശീയോദ്യാനം. രണ്ടാമത്തെ ചോദ്യം, ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ 1814, ഓപ്ഷൻ ബി 1815, സി 1816, ഡി 1817. ഇതിൽ ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി 1815. 1815 രാജാറാം മോഹൻ റോയ് ആണ് ആത്മീയ സഭ രൂപീകരിക്കുന്നത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. 1815 രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ രൂപീകരിക്കുന്നത്. എന്നാൽ രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം രൂപീകരിച്ച വർഷം 1828. 1828 ബ്രഹ്മസമാജം രൂപീകരിച്ചതും രാജാറാം മോഹൻ റോയ് ആണ്. സതി നിരോധിക്കാൻ വില്യം ബെന്റിക്കിനെ സഹായിച്ചതും രാജാറാം മോഹൻ റോയ് ആണ്. സതി നിരോധിച്ച വർഷം 1829 ഡിസംബർ 4. അപ്പൊ നമ്മുടെ ചോദ്യം, ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഉത്തരം 1815. 1815 മറ്റൊരു സംഭവമാണ് വാട്ടർലൂ യുദ്ധം. നെപ്പോളിയനും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധമായിരുന്നു വാട്ടർലൂ യുദ്ധം. വാട്ടർലൂ എന്ന് പറയുന്നത് ബെൽജിയത്തിലാണ്. അതിൽ നെപ്പോളിയൻ പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ 1815 ആത്മീയ സഭ രൂപീകരിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. 1815 മറ്റൊരു പ്രത്യേകതയായിട്ട് പറഞ്ഞത് വാട്ടർലൂ യുദ്ധമാണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിൽ പോകാം. മൂന്നാമത്തെ ചോദ്യം, പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി ലാൽ ബഹദൂർ ശാസ്ത്രി, ഓപ്ഷൻ സി കെ കേളപ്പൻ, ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, കെ കേളപ്പൻ, മഹാത്മാഗാന്ധി. ഉത്തരം ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള കോൺഗ്രസിൽ അധ്യക്ഷത വഹിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്.
അപ്പോൾ 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് പ്രാദേശിക അടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന തീരുമാനമെടുത്തത്. 1920 നാഗ്പൂർ INC സെഷനിലാണ് പ്രാദേശികമായി കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന തീരുമാനമെടുത്തത്. ഇത് പ്രകാരം 1921 KPCCയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് ഒറ്റപ്പാലത്താണ്. 1921 KPCCയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് ഒറ്റപ്പാലത്താണ്. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് T പ്രകാശമാണ്. അടുത്ത KPCCയുടെ സമ്മേളനം 1923 പാലക്കാടാണ്. 1923 സമ്മേളനം നടന്നത്. അതിന്റെ അധ്യക്ഷ എന്ന് പറയുന്നത് സരോജിനി നായിഡു ആണ്. അടുത്തത് 1927 കോഴിക്കോടാണ് KPCCയുടെ സമ്മേളനം നടന്നത്. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് BG ഹെർണിമാൻ ആണ്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു പയ്യന്നൂർ സമ്മേളനം. 1928 പയ്യന്നൂരിലാണ് KPCCയുടെ സമ്മേളനം നടന്നത്. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഇങ്ങനെ 4 പ്രധാനപ്പെട്ട KPCC സമ്മേളനങ്ങളാണ് പറഞ്ഞത്. ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പയ്യന്നൂരിൽ നടന്ന KPCC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 4ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന്. ഓപ്ഷൻ എ 1990, ഓപ്ഷൻ ബി 1993, ഓപ്ഷൻ സി 1994, ഓപ്ഷൻ ഡി 1995. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന്. 1990, 1993, 1994, 1995. ഉത്തരം ഓപ്ഷൻ ബി 1993. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് 1993 സെപ്റ്റംബർ 28 1993 സെപ്റ്റംബർ 28 ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. ഇത് പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് 1993 ഒക്ടോബർ 12 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മാനവ് അധികാർ ഭവൻ, ന്യൂഡൽഹിയാണ്. ആദ്യ അധ്യക്ഷൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര, നിലവിലെ അധ്യക്ഷൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ ഏക മലയാളി എന്ന് പറയുന്നത് ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. 6ാമത്തെ അധ്യക്ഷനായിരുന്നു ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ വനിത ചോദിക്കുകയാണെങ്കിൽ ഫാത്തിമ ബീവി ആണ്. അപ്പം നമ്മുടെ ചോദ്യം, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. നിലവിൽ വന്നത് വിത്ത് ഡേറ്റ് 1993 സെപ്റ്റംബർ 28. 5ാമത്തെ ചോദ്യം നോക്കാം. 5ാമത്തെ ചോദ്യം, ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ആര്? ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ആര്? ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ RK മാത്തൂർ, ഓപ്ഷൻ ബി സൂരജ് ഭാൻ, ഓപ്ഷൻ സി രാംധൻ, ഓപ്ഷൻ ഡി അലോക് റാവത്ത്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ആര്? ഓപ്ഷൻ ഒന്നുകൂടി പറയാം. ഓപ്ഷൻ എ RK മാത്തൂർ, ഓപ്ഷൻ ബി സൂരജ് ഭാൻ, ഓപ്ഷൻ സി രാംധൻ, ഓപ്ഷൻ ഡി അലോക് റാവത്ത്. ഈ പറഞ്ഞവരിൽ ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി അലോക് റാവത്ത്. ദേശീയ വനിതാ കമ്മീഷനിലെ അംഗമായ ആദ്യ പുരുഷ അംഗമാണ് ആരെന്ന് പറയുന്നത് അലോക് റാവത്ത്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ജയന്തി പട്നായിക് ആണ്. നിലവിലെ അധ്യക്ഷ രേഖ ശർമ്മയാണ്. ദേശീയ വനിതാ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 6 പേരാണ്. അപ്പൊ നമ്മുടെ ചോദ്യം, ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷ അംഗം ആര്? ഉത്തരം അലോക് റാവത്ത് ആണ്. ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷനിൽ RK മാത്തൂർ എന്ന് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ RK മാത്തൂർ ആണ്. RK മാത്തൂർ എന്ന് പറയുന്നത് കേന്ദ്ര വിവരാവകാശ മുഖ്യ കമ്മീഷണർ ആയിരുന്നു. ആര്? RK മാത്തൂർ. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ മുൻ ചെയർമാൻ ആയിരുന്നു RK മാത്തൂർ. രണ്ടാമത് പറഞ്ഞത് സൂരജ് ഭാൻ എന്നാണ്. സൂരജ് ഭാൻ എന്ന് പറയുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ് സൂരജ് ഭാൻ. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ സൂരജ് ഭാൻ. ഇനി രാംധൻ എന്ന് പറഞ്ഞു. ഓപ്ഷൻ സി രാംധൻ എന്നാണ്. രാംധൻ ആരാണെന്ന് ചോദിച്ചാൽ 1992 മാർച്ച് 12 നിലവിൽ വന്ന
ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ അധ്യക്ഷനാണ് രാംധൻ. 1992 മാർച്ച് 12 നിലവിൽ വന്ന ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ് രാംധൻ. എന്നാൽ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ് സൂരജ് ഭാൻ. ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആറാമത്തെ ചോദ്യം, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ? കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻ എ ഫറൂഖ് പാലക്കാട്, ഓപ്ഷൻ ബി സേലം ഇടപ്പള്ളി, ഓപ്ഷൻ സി കോഴിക്കോട് മൈസൂർ, ഓപ്ഷൻ ഡി ദിണ്ടിഗൽ കൊല്ലം. ഇതിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഒന്നുകൂടി പറയാം. ഓപ്ഷൻ എ ഫറൂഖ് പാലക്കാട്, ഓപ്ഷൻ ബി സേലം ഇടപ്പള്ളി, ഓപ്ഷൻ സി കോഴിക്കോട് മൈസൂർ, ഓപ്ഷൻ ഡി ദിണ്ടിഗൽ കൊല്ലം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ദിണ്ടിഗൽ കൊല്ലം. NH 183 ബന്ധിപ്പിക്കുന്നത് ദിണ്ടിഗൽ കൊല്ലം. ഇനി ഓപ്ഷനിൽ പറഞ്ഞ മറ്റ് ദേശീയപാതകൾ നോക്കാം. ഓപ്ഷൻ എ ഫറൂഖ് പാലക്കാട്. NH ഏതാണ്? NH 966 ആണ് ഫറൂഖ് പാലക്കാട്. NH 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഫറൂഖ് പാലക്കാട്. അടുത്ത ഓപ്ഷൻ ബി സേലം ഇടപ്പള്ളി ആയിരുന്നു. NH 544 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് സേലം എറണാകുളം. അതിൽ സേലം ഇടപ്പള്ളി എന്ന് വരും. അപ്പോൾ NH 544 ആണ് സേലം എറണാകുളം. ഓപ്ഷൻ സി കോഴിക്കോട് മൈസൂർ ആയിരുന്നു. NH 766 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കോഴിക്കോട് മൈസൂർ. NH 766 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കോഴിക്കോട് മൈസൂർ. അപ്പോൾ നമ്മുടെ ചോദ്യം NH 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയെന്നാണ്. ഉത്തരം ദിണ്ടിഗൽ കൊല്ലമായിരുന്നു. അടുത്തത് ഏഴാമത്തെ ചോദ്യം, 1909 അയ്യങ്കാളി കേരളത്തിൽ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? 1909 അയ്യങ്കാളി കേരളത്തിൽ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ കോട്ടയം, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി പുന്നപ്ര, ഓപ്ഷൻ ഡി വെങ്ങാനൂർ. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം നടത്തിയത് എവിടെ? ഉത്തരം ഓപ്ഷൻ ഡി വെങ്ങാനൂർ. വെങ്ങാനൂറാണ് അയ്യങ്കാളി ആദ്യത്തെ കർഷക സമരം 1909 നടത്തുന്നത്. നമുക്കറിയാം അയ്യങ്കാളിയുടെ ജന്മസ്ഥലവും എവിടെയാണ്? വെങ്ങാനൂർ ആണ്. 1863 ആര് ജനിക്കുന്നത്? അയ്യങ്കാളി ജനിക്കുന്നത്. വെങ്ങാനൂരാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി. അതുപോലെ തന്നെ പുലയ രാജ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അയ്യങ്കാളിയെയാണ്. ദ അൺടയറിംഗ് വാരിയർ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. എന്നാൽ അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. സാധുജന പരിപാലന സംഘം 1907 രൂപീകരിച്ചത് അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം 1907 രൂപീകരിച്ചത് അയ്യങ്കാളിയാണ്. വില്ലുവണ്ടി യാത്ര 1893 അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം 1909 അയ്യങ്കാളി ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? വെങ്ങാനൂറാണ്. അടുത്ത ചോദ്യം നോക്കാം. എട്ടാമത്തെ ചോദ്യം, 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആര്? 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻ എ അയ്യങ്കാളി, ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ, ഓപ്ഷൻ സി തക്യാടയ്യ, ഓപ്ഷൻ ഡി സഹോദരൻ അയ്യപ്പൻ. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആര് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് അയ്യങ്കാളി, വൈകുണ്ഠസ്വാമികൾ, തക്യാടയ്യ, സഹോദരൻ അയ്യപ്പൻ. ഉത്തരം ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് അവർണരുമൊത്ത് 1833 ശുചീന്ദ്രം രഥോത്സവത്തിൽ പങ്കെടുത്ത് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ. നമുക്കറിയാം കന്യാകുമാരിയിലെ ശാസ്താംകോയിലെ സ്വാമിത്തോപ്പിലാണ് ആര് ജനിക്കുന്നത്? വൈകുണ്ഠസ്വാമികൾ ജനിക്കുന്നത്. 1836 സമത്വ സമാജം സ്ഥാപിക്കുന്നത് വൈകുണ്ഠസ്വാമിയാണ്. 1836 സമത്വ സമാജം സ്ഥാപിക്കുന്നത് വൈകുണ്ഠസ്വാമി. അതേപോലെ അദ്ദേഹത്തിന്റെ കൃതികളാണ് അരുൾ നൂലും അഖിലത്തിരുട്ടും. അഖിലത്തിരുട്ട്, അരുൾ നൂൽ എന്നിവ ആരുടെ കൃതികളാണ്? വൈകുണ്ഠസ്വാമികളുടെ കൃതികളാണ്.
സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. അതേപോലെ പന്തി ഭോജനം നടത്തിയത് തക്കാടയ്യാണ്. നമ്മുടെ ഓപ്ഷനിലുള്ള വ്യക്തിയാണ് തക്കാടയ്യ. സുബ്ബരായൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് സുബ്ബരായൻ എന്നാണ്. സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠസ്വാമികളാണെങ്കിൽ പന്തി ഭോജനം നടത്തിയത് തക്കാടയ്യയാണ്. ഇനി സഹോദരൻ അയ്യപ്പൻ ഓപ്ഷനിലുണ്ട്. 1917 മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പനാണ്. അതേപോലെ സഹോദര സംഘം സ്ഥാപിച്ചതും സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പന്റെ ഒരു മാസികയാണ് വേലക്കാരൻ. വേലക്കാരൻ എന്ന മാസിക ആരുടേതാണെന്ന് ചോദിച്ചാൽ സഹോദരൻ അയ്യപ്പൻ്റെതാണ്. അപ്പോൾ നവോത്ഥാന നായകന്മാരെ കുറിച്ച് നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് റിവിഷനായിട്ട് കാണുക. അടുത്ത ചോദ്യത്ത് പോവാം. 9ാമത്തെ ചോദ്യം. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം. ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ 1931, ഓപ്ഷൻ ബി 1932, ഓപ്ഷൻ സി 1930, ഓപ്ഷൻ ഡി 1933. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 1930. 1930 AKGയെ ഉപ്പു സത്യാഗ്രഹത്തോടനുബന്ധിച്ച് അറസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AKG ആണ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് AKG ആണ്. AKGയുടെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ. എൻ്റെ ജീവിതകഥ എന്നതാണ് AKGയുടെ ആത്മകഥ. ഇനി അദ്ദേഹത്തിന്റെ മറ്റ് രണ്ട് മൂന്ന് കൃതികളാണ് പറയുന്നത്. മണ്ണിനു വേണ്ടി എഴുതിയതാരാണ്? AKG ആണ്. മണ്ണിനു വേണ്ടി. എൻ്റെ പൂർവ്വകാല സ്മരണകൾ എഴുതിയത് AKG ആണ്. ഞാനൊരു പുതിയ ലോകം കണ്ടു എഴുതിയത് AKG ആണ്. അതേപോലെ കൊടുങ്കാറ്റിന്റെ മാറ്റൊലി എന്നതും AKGയുടെ മറ്റൊരു കൃതിയാണ്. അപ്പോൾ AKG ആണ് 1936 പട്ടിണി ജാഥ നടത്തുന്നത്. പട്ടിണി ജാഥ നടത്തുന്നത് AKG ആണ്. വർഷം 1936. നമ്മുടെ ചോദ്യം ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം ഏത്? ഉത്തരം 1930 ആണ്. അടുത്ത 10ാമത്തെ ചോദ്യം. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യത്തെ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യത്തെ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ ന്യൂയോർക്ക്, ഓപ്ഷൻ ബി ചിക്കാഗോ, ഓപ്ഷൻ സി ലാസ് വേഗാസ്, ഓപ്ഷൻ സി ലോസ് ഏഞ്ചൽസ്. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യത്തെ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ലോസ് ഏഞ്ചൽസ്. ലോസ് ഏഞ്ചൽസ് അമേരിക്കയിലാണ്. അപ്പോൾ ലോക യോഗാ ദിനം എന്ന് പറയുന്നത് ജൂൺ 21. ലോക യോഗാ ദിനം ജൂൺ 21. അതേപോലെ ജൂൺ 21 മറ്റൊരു പ്രത്യേകതയാണ് സംഗീത ദിനം. അപ്പോൾ ജൂൺ 21 ലോക യോഗാ ദിനമാണ്. അതേപോലെ സംഗീത ദിനവും ജൂൺ 21. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യത്തെ യോഗ സർവകലാശാല ചോദിക്കുകയാണെങ്കിൽ അത് ലോസ് ഏഞ്ചൽസ് ആണ്. അടുത്ത ചോദ്യത്തിൽ പോവാം. 11ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏത്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏത്? ഓപ്ഷൻ എ വടക്കേ ഇന്ത്യൻ സമതലങ്ങൾ, ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി, ഓപ്ഷൻ സി തീര സമതലങ്ങൾ, ഓപ്ഷൻ ഡി വടക്ക് പടിഞ്ഞാറൻ പർവ്വത പ്രദേശം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏത്? ഓപ്ഷൻ ഒന്നുകൂടി പറയാം. വടക്കേ ഇന്ത്യൻ സമതലങ്ങൾ, ഉപദ്വീപീയ പീഠഭൂമി, തീര സമതലങ്ങൾ, വടക്കു പടിഞ്ഞാറൻ പർവ്വത പ്രദേശം. ഉത്തരം ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. നമുക്കറിയാം ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം എന്ന് പറയുന്നത് ആനമുടിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടിയാണ്. ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത് 2695 മീറ്റർ ആണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. അതേപോലെ തന്നെ ദേവികുളം താലൂക്കിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ചോദിക്കുകയാണെങ്കിൽ അത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ചോദിക്കുകയാണെങ്കിൽ ഇത് ഏതാണ്? ഡക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയാണ്. എന്നാൽ ധാതുക്കലവറ, ഇന്ത്യയിലെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ധാതുക്കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ചോദിക്കുകയാണെങ്കിൽ ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയും, ധാതുക്കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ചോദിക്കുകയാണെങ്കിൽ അത് ഉപദ്വീപീയ പീഠഭൂമിയുമാണ്. അടുത്തത് 12ാമത്തെ ചോദ്യം നോക്കാം. 12ാമത്തെ ചോദ്യം ഇതാണ്. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ഏതാണ്? സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ഏതാണ്? ഓപ്ഷൻ എ അറ്റോക്ക്, ഓപ്ഷൻ ബി ചാങ്, ഓപ്ഷൻ സി ചില്ലാർ, ഓപ്ഷൻ ഡി താന്തി.
സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ഏത്? ഓപ്ഷൻ എ അറ്റോക്ക്, ഓപ്ഷൻ ബി ചാങ്, ഓപ്ഷൻ സി ചില്ലാർ, ഓപ്ഷൻ ഡി താന്തി. ഉത്തരം ഓപ്ഷൻ സി ചില്ലാർ ആണ്. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം അറിയപ്പെടുന്നത് ചില്ലാർ ആണ്. അടുത്തത് 13ാമത്തെ ചോദ്യം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ 1857, ഓപ്ഷൻ ബി 1858, ഓപ്ഷൻ സി 1859, ഓപ്ഷൻ ഡി 1860. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമാണ്? ഓപ്ഷൻ ഒന്നുകൂടി പറയാം. ഓപ്ഷൻ എ 1857, ഓപ്ഷൻ ബി 1858, ഓപ്ഷൻ സി 1859, ഓപ്ഷൻ ഡി 1860. ഉത്തരം 1858. ഓപ്ഷൻ ബി 1858ലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുക്കുന്നത്. 1858 വിക്ടോറിയ വിളംബര പ്രകാരമാണ് ബ്രിട്ടൻ നേരിട്ട് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? ഭരണം നടത്തുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് AD 1600ലാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് AD 1600ലാണ്. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം എന്ന് പറയുന്നത് സൂററ്റാണ്. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം എന്ന് പറയുന്നത് സൂററ്റാണ്. അടുത്ത ചോദ്യം നോക്കാം. 14ാമത്തെ ചോദ്യം. ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്, ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ഡി ഡോക്ടർ BR അംബേദ്കർ. ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നും ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. നമ്മൾ പറഞ്ഞു ആത്മീയ സഭ രൂപീകരിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. വർഷം 1815. ബ്രഹ്മസമാജം രൂപീകരിച്ചതും രാജാറാം മോഹൻ റോയ് ആണ്. വർഷം 1828. അടുത്ത ചോദ്യം നോക്കാം. 15ാമത്തെ ചോദ്യം. നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ്? നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ബംഗാൾ, ഓപ്ഷൻ ബി ബീഹാർ, ഓപ്ഷൻ സി ഒറീസ, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ എ ബംഗാൾ. ബംഗാളിലാണ് നീലം കലാപം നടക്കുന്നത്. വർഷം 1859. 1859ലാണ് നീലം കലാപം നടക്കുന്നത്. നീലം കലാപം നടന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. നീലം കലാപത്തെ പശ്ചാത്തലമാക്കി ദീനബന്ധു മിത്ര എഴുതിയ നാടകമാണ് നീലദർപ്പൺ. 1859 നടന്ന നീലം കലാപം പശ്ചാത്തലമാക്കി ദീനബന്ധു മിത്ര എഴുതിയ നാടകമാണ് നീലദർപ്പൺ എന്ന് പറയുന്നത്. അപ്പൊ നീലം കലാപം നടന്നത് 1859 പശ്ചിമ ബംഗാളിലാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് 1917ലാണ്. അത് നടന്നത് ബീഹാറിലാണ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്നതും ബീഹാറിലാണ്. നീലം കർഷകരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന സമരം തന്നെയാണ് ചമ്പാരൻ സത്യാഗ്രഹവും. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അടുത്ത 16ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് എന്ത്? ഓപ്ഷൻ എ നിർദ്ദേശക തത്വങ്ങൾ, ഓപ്ഷൻ ബി മൗലിക ചുമതലകൾ, ഓപ്ഷൻ സി ഭരണഘടനയുടെ ആമുഖം, ഓപ്ഷൻ ഡി മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ എ നിർദ്ദേശക തത്വങ്ങൾ, ഓപ്ഷൻ ബി മൗലിക ചുമതലകൾ, ഓപ്ഷൻ സി ഭരണഘടനയുടെ ആമുഖം, ഓപ്ഷൻ ഡി മൗലികാവകാശങ്ങൾ. ഉത്തരം ഓപ്ഷൻ ഡി മൗലികാവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്ന പാർട്ട് 3 ആകെ പാർട്ടുകൾ 25. അതിൽ പാർട്ട് 3ലാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. മൗലികാവകാശം കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. ആകെ മൗലികാവകാശങ്ങൾ 6 ആണ്. അടുത്ത നോക്കാം. അടുത്ത 17ാമത്തെ ചോദ്യം. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്?
മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഓപ്ഷൻ എ അനുച്ഛേദം 9, ഓപ്ഷൻ ബി അനുച്ഛേദം 13, ഓപ്ഷൻ സി അനുച്ഛേദം 15, ഓപ്ഷൻ ഡി അനുച്ഛേദം 19. വിവേചനം പാടില്ല എന്ന് പറയുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻസ് ഒന്നുകൂടി പറയാം. അനുച്ഛേദം 9, അനുച്ഛേദം 13, അനുച്ഛേദം 15, അനുച്ഛേദം 19. ഉത്തരം ഓപ്ഷൻ സി അനുച്ഛേദം 15. ആർട്ടിക്കിൾ 15ലാണ് ഒരു വിവേചനവും പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ സമത്വത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. സമത്വത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. അതിൽ ആർട്ടിക്കിൾ 14 പറയുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാര് എന്നതാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ആർട്ടിക്കിൾ 15ലാണ് വിവേചനം പാടില്ല എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 15ആണ് വിവേചനം പാടില്ല. ആർട്ടിക്കിൾ 16 പറയുന്നത് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം. ആർട്ടിക്കിൾ 16 പൊതു നിയമനങ്ങളിൽ അവസര സമത്വം. ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനമാണ്. ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം. നമുക്കറിയാം ഗാന്ധിജി കി ജയ് വിളികളോടെ പാസാക്കിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. അവസാനമായിട്ട് സമത്വത്തിൽ അവസാനമായി വരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. ബഹുമതികൾ, പദവികൾ എന്നിവ എടുത്തു കളയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. അപ്പൊ നമ്മുടെ ചോദ്യം വിവേചനം പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏത്? ഉത്തരം ആർട്ടിക്കിൾ 15 ആണ്. അടുത്ത ചോദ്യം നോക്കാം. 18ാമത്തെ ചോദ്യം. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ എ ലോക്സഭാ സ്പീക്കർക്ക്, ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിന്, ഓപ്ഷൻ സി രാഷ്ട്രപതിക്ക്, ഓപ്ഷൻ ഡി പ്രധാനമന്ത്രിക്ക്. കേന്ദ്ര വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ലോക്സഭാ സ്പീക്കർക്ക്, കേന്ദ്ര സർക്കാരിന്, രാഷ്ട്രപതിക്ക്, പ്രധാനമന്ത്രിക്ക്. ഉത്തരം ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിന്. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിനാണ്. ഈ ദേശീയ വനിതാ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും ആരാണ്? കേന്ദ്ര സർക്കാരാണ്. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും കേന്ദ്ര സർക്കാരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നതെന്ന് പറഞ്ഞു. ഈ ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം എന്ന് പറയുന്നത് രാഷ്ട്രമഹിളയാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം രാഷ്ട്രമഹിളയാണ്. ഇത് ദേശീയ വനിതാ കമ്മീഷനിൽ 2 പ്രാവശ്യം അധ്യക്ഷയായ ആദ്യ വ്യക്തിയാണ് ഗിരിജ വ്യാസ്. ദേശീയ വനിതാ കമ്മീഷനിൽ 2 പ്രാവശ്യം അധ്യക്ഷയായ ആദ്യ വ്യക്തി ഗിരിജ വ്യാസ് ആണ്. അപ്പോൾ നീക്കം ചെയ്യാനുള്ള അധികാരം, ദേശീയ വനിതാ കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. അടുത്ത ചോദ്യം നോക്കാം. 19ാമത്തെ ചോദ്യം. കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം എത്ര? കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 72, ഓപ്ഷൻ ബി 75, ഓപ്ഷൻ സി 78, ഓപ്ഷൻ ഡി 77. കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ ഒന്നുകൂടി പറയാം. ഓപ്ഷൻ എ 72, ഓപ്ഷൻ ബി 75, ഓപ്ഷൻ സി 78, ഓപ്ഷൻ ഡി 77. ഉത്തരം ഓപ്ഷൻ സി 78 ആണ്. കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് 78 ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് എന്ന് പറയുന്നത് ഏറനാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്, മലപ്പുറം ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് എന്ന് പറയുന്നത് കുന്നത്തൂറാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂറാണ്. താലൂക്കുകളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് 78 ആണ്. അടുത്ത ചോദ്യം നോക്കാം. 20ാമത്തെ ചോദ്യം. US-ലെ കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ഇന്ത്യൻ വംശജനാര്? US-ലെ കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ഇന്ത്യൻ വംശജനാര്? ആദ്യ ഇന്ത്യൻ വംശജനാര്? ഓപ്ഷൻ എ ഋഷി സുനാക്, ഓപ്ഷൻ ബി ശ്രീനിവാസൻ, ഓപ്ഷൻ സി കമല ഹാരിസ്, ഓപ്ഷൻ ഡി അശോക് കുമാർ. ഒന്നുകൂടി പറയാം. ഓപ്ഷൻ എ ഋഷി സുനാക്, ഓപ്ഷൻ ബി ശ്രീനിവാസൻ, ഓപ്ഷൻ സി കമല ഹാരിസ്, ഓപ്ഷൻ ഡി അശോക് കുമാർ. അപ്പോൾ US-ലെ കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജനാണ്. ഉത്തരം ഓപ്ഷൻ ബി ശ്രീനിവാസൻ. ശ്രീനിവാസനാണ് US-ലെ കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായിട്ട് നിയമിതനായ ആദ്യത്തെ ഇന്ത്യൻ വംശജൻ.
ഓപ്ഷനിൽ ഋഷി സുനാക് ഉണ്ട്. നമുക്കറിയാം നിലവിൽ ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയാണ് ഋഷി സുനാക്. നിലവിൽ ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയാണ് ഋഷി സുനാക്. അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് കൺസർവേറ്റീവ് പാർട്ടി. ഓപ്ഷനിൽ കമല ഹാരിസ് ഉണ്ട്. നമുക്കറിയാം നിലവിൽ അമേരിക്കയിലെ വൈസ് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ കമല ഹാരിസ് ആണ്. നിലവിൽ അമേരിക്കയിലെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. 21ാമത്തെ ചോദ്യം. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? ഓപ്ഷൻ എ 68 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം. ഓപ്ഷൻ ബി 68 ഡിഗ്രി 30 മിനിറ്റ് പശ്ചിമ രേഖാംശം. ഓപ്ഷൻ സി 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം. ഓപ്ഷൻ ഡി 82 ഡിഗ്രി 30 മിനിറ്റ് പശ്ചിമ രേഖാംശം. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്ന രേഖാംശ രേഖ ഏത്? ഓപ്ഷൻ ഒന്നുകൂടി പറയാൻ. ഓപ്ഷൻ എ 68 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം. ഓപ്ഷൻ ബി 68 ഡിഗ്രി 30 മിനിറ്റ് പശ്ചിമ രേഖാംശം. ഓപ്ഷൻ സി 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം. ഓപ്ഷൻ ഡി 82 ഡിഗ്രി 30 മിനിറ്റ് പശ്ചിമ രേഖാംശം. ഉത്തരം ഓപ്ഷൻ സി 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്ന രേഖാംശ രേഖയാണ് 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം. അപ്പം നമുക്കറിയാം ഇന്ത്യയുടെ മാനക സമയം കണക്കാക്കുന്നത് 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ആകെ രേഖാംശ രേഖകൾ 360 ആണ്. അതിൽ ഇന്ത്യയിൽ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരു രേഖാംശ രേഖയാണ് എന്താണ് മാനക രേഖാംശം എന്ന് പറയുന്നത്. ഈ മാനക രേഖാംശം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ എത്രയാണ്? മാനക രേഖാംശം കടന്നു പോകുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് 5 ആണ്. ഇന്ത്യയിൽ 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 5 ആണ്. ഏതൊക്കെയാണ് 5 സംസ്ഥാനങ്ങൾ? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശം കടന്നു പോകുന്നത്. ഇതിൽ മാനക രേഖാംശവും ഉത്തരായന രേഖയും കൂട്ടിമുട്ടുന്ന സ്ഥലം ഏതാണ്? മാനക രേഖാംശവും ഉത്തരായന രേഖയും കൂട്ടിമുട്ടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം കൊറിയയാണ്. ഛത്തീസ്ഗഡിലെ കൊറിയ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് മാനക രേഖാംശവും ഉത്തരായന രേഖയും കൂട്ടിമുട്ടുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്ന രേഖാംശ രേഖ ഏത്? ഉത്തരം 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. അടുത്ത ചോദ്യം നോക്കാം. 22ാമത്തെ ചോദ്യം. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏത്? സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏത്? ഓപ്ഷൻ എ ചിനാബ്. ഓപ്ഷൻ ബി ബിയാസ്. ഓപ്ഷൻ സി ചലം. ഓപ്ഷൻ ഡി രവി. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏത്? അപ്പൊ സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി തന്നിരിക്കുന്നതിൽ ഉത്തരം ഓപ്ഷൻ എ ചിനാബാണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി എന്ന് പറയുന്നത് ചിനാബാണ്. നമുക്കറിയാം പഞ്ചനദികൾ, സിന്ധുവിന്റെ പോഷക നദികൾ എന്ന് പറയുന്നത് പഞ്ചനദികളാണ്. ഏതൊക്കെയാണ് പഞ്ചനദികൾ എന്ന് പറയുന്നത്? ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ചലം, രവി, ബിയാസ്, സത്ലജ്, ചിനാബ് ഇങ്ങനെ 5 പ്രധാനപ്പെട്ട പഞ്ചനദികളാണ് ആരുടെ? സിന്ധുവിന്റെ പോഷക നദികൾ എന്ന് പറയുന്നത്. അപ്പൊ സിന്ധു നദി ഉത്ഭവിക്കുന്നത് നമുക്കറിയാം എവിടെ നിന്നാണ്? ചൈനയിലെ ടിബറ്റിലെ മാനസ സരോവറിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. സിന്ധു നദി എത്ര രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു? സിന്ധു നദി എത്ര രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു എന്ന് ചോദിച്ചാൽ സിന്ധു നദി 3 രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. ഒന്ന് നമുക്കറിയാം ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ. ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങളിലൂടെയാണ് സിന്ധു നദി ഒഴുകുന്നത്. സിന്ധു നദി പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ് സിന്ധു നദി പതിക്കുന്നത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് ഏത്? സിന്ധു നദി. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു നദി. അടുത്ത ചോദ്യം നോക്കാം. 23ാമത്തെ ചോദ്യം. വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ കേരളം. ഓപ്ഷൻ ബി തമിഴ്നാട്. ഓപ്ഷൻ സി ഉത്തർപ്രദേശ്. ഓപ്ഷൻ ഡി കർണാടക. വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ കേരളം. ഓപ്ഷൻ ബി തമിഴ്നാട്. ഓപ്ഷൻ സി ഉത്തർപ്രദേശ്. ഓപ്ഷൻ ഡി കർണാടക. ഉത്തരം ഓപ്ഷൻ ബി തമിഴ്നാട്. വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പൊ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. തട്ടേക്കാട് പക്ഷി സങ്കേതം അറിയപ്പെടുന്നത് ആരുടെ പേരിലാണ്? സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം.
സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷിസങ്കേതമാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം. സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. അതുപോലെ തന്നെ മംഗളവനം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നതും എറണാകുളം ജില്ലയിലാണ്. കടവാവലുകൾക്ക് പ്രസിദ്ധമായ അല്ലെങ്കിൽ കടവാവലുകൾ കാണപ്പെടുന്ന പക്ഷിസങ്കേതമാണ് മംഗളവനം. അത് സ്ഥിതി ചെയ്യുന്നതും എറണാകുളം ജില്ലയിലാണ്. എന്നാൽ അരിപ്പ പക്ഷിസങ്കേതം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് അരിപ്പ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അരിപ്പ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനി ചൂലന്നൂർ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. മയിൽ സംരക്ഷണ കേന്ദ്രമായ ചൂലന്നൂർ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. അപ്പൊ നമ്മുടെ ചോദ്യം വേടന്തങ്കൽ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി തമിഴ്നാടായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. 24ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആര്? ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആര്? ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ ഫ്രാൻസിസ്കോ ഡി അൽമേഡ, ഓപ്ഷൻ ബി വാസ്കോ ഡ ഗാമ, ഓപ്ഷൻ സി അൽഫോൺസ ഡി അൽബുക്കർക്ക്, ഓപ്ഷൻ ഡി കബ്രാള്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആര്? ഓപ്ഷൻ എ അൽമേഡ, ഓപ്ഷൻ ബി വാസ്കോ ഡ ഗാമ, ഓപ്ഷൻ സി അൽബുക്കർക്ക്, ഓപ്ഷൻ ഡി കബ്രാള്. ഉത്തരം ഓപ്ഷൻ സി അൽഫോൺസ ഡി അൽബുക്കർക്ക് ആണ്. അപ്പൊ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറയുന്നത് അൽബുക്കർക്ക് ആണ്. മിക്സഡ് കോളനി സിസ്റ്റം കൊണ്ടുവന്ന പോർച്ചുഗീസ് വൈസ്രോയി ആരെന്ന് ചോദിച്ചാലും ആരാണ്? അൽബുക്കർക്കാണ്. മിക്സഡ് കോളനി സിസ്റ്റം സങ്കരവർഗ കോളനി സമ്പ്രദായം കൊണ്ടുവന്നത് അൽബുക്കർക്കാണ്. പിന്നെ അന്നത്തെ കാലത്ത് പോർച്ചുഗീസ് ഇവിടെ ആധിപത്യം സ്ഥാപിച്ചിരുന്ന കാലത്ത് സതി നിർത്തലാക്കിയതും ആരാണ്? അൽബുക്കർക്കാണ്. അതേപോലെ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽമേഡ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡയും രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറയുന്നത് അൽബുക്കർക്കുമാണ്. ബ്ലൂ വാട്ടർ പോളിസി കൊണ്ടുവന്നത് അൽമേഡയാണ്. ബ്ലൂ വാട്ടർ പോളിസി കൊണ്ടുവന്നത് അൽമേഡയാണ്. ഓപ്ഷനിൽ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയാണ് വാസ്കോ ഡ ഗാമ. നമുക്കറിയാം വാസ്കോ ഡ ഗാമ കേരളത്തിലെത്തിയത് 1498 മെയ് 20-നാണ്. കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ് വാസ്കോ ഡ ഗാമ കപ്പൽ ഇറങ്ങിയത്. വാസ്കോ ഡ ഗാമ വന്ന കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയേൽ എന്നാണ്. വാസ്കോ ഡ ഗാമ 3 പ്രാവശ്യമാണ് കേരളത്തിൽ എത്തിയിട്ടുള്ളത്. ഒന്ന് 1498, 1502, 1524. വാസ്കോ ഡ ഗാമ വൈസ്രോയി ആയിട്ട് കേരളത്തിൽ എത്തുന്നത് 1524-ലാണ്. അടുത്തതായിട്ട് ഓപ്ഷൻ ഉണ്ടായിരുന്ന ആളാണ് കബ്രാൾ എന്ന് പറയുന്നത്. വാസ്കോ ഡ ഗാമയ്ക്ക് ശേഷം രണ്ടാമത് കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് കബ്രാൾ. അടുത്ത ചോദ്യം നോക്കാം. 25ാമത്തെ ചോദ്യം. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ കേശവ് ചന്ദ്ര സെൻ, ഓപ്ഷൻ ബി ദേവേന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ സി ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. ഓപ്ഷൻ എ കേശവ് ചന്ദ്ര സെൻ, ഓപ്ഷൻ ബി ദേവേന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ സി ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. ഇതിൽ ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. അപ്പം നമ്മൾ നേരത്തെ രാജാറാം മോഹൻ റോയെ കുറിച്ച് പറഞ്ഞായിരുന്നു. ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. അതേപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പത്രമാണ് സമ്പാദ് കൗമുദി. സമ്പാദ് കൗമുദി എന്ന പത്രം ബംഗാളി ഭാഷയിലാണ്. അത് സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അതേപോലെ മിറാത്തുൽ അക്ബർ എന്ന പേർഷ്യൻ പത്രം ആരംഭിച്ചതും രാജാറാം മോഹൻ റോയ് ആണ്. മിറാത്തുൽ അക്ബർ എന്ന പേർഷ്യൻ പത്രം സ്ഥാപിച്ചതും രാജാറാം മോഹൻ റോയ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. 26ാമത്തെ ചോദ്യം. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആരായിരുന്നു? ഓപ്ഷൻ എ ആർ വെങ്കിട്ടരാമൻ, ഓപ്ഷൻ ബി ഫക്രുദ്ദീൻ അലി അഹമ്മദ്, ഓപ്ഷൻ സി നീലം സഞ്ജീവ റെഡ്ഡി, ഓപ്ഷൻ ഡി ഗ്യാനി സെയിൽ സിംഗ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആരായിരുന്നു എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ആർ വെങ്കിട്ടരാമൻ, ഓപ്ഷൻ ബി ഫക്രുദ്ദീൻ അലി അഹമ്മദ്, ഓപ്ഷൻ സി നീലം സഞ്ജീവ റെഡ്ഡി, ഓപ്ഷൻ ഡി ഗ്യാനി സെയിൽ സിംഗ്. ഉത്തരം ഓപ്ഷൻ ഡി ഗ്യാനി സെയിൽ സിംഗ് ആണ്.
ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുന്ന സമയത്തെ ഇന്ത്യയിലെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഗ്യാനി സെയിൽ സിംഗ് ആണ്. നമുക്കറിയാം 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത്. ആ സമയത്തെ ഇന്ത്യൻ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഗ്യാനി സെയിൽ സിംഗിനെ കുറിച്ചുള്ള മറ്റൊരു PSC ചോദ്യമാണ്, പോക്കറ്റ് വീറ്റോ ആദ്യമായിട്ട് ഉപയോഗിച്ച രാഷ്ട്രപതിയും ആരാണ്? ഗ്യാനി സെയിൽ സിംഗ് ആണ്. പോക്കറ്റ് വീറ്റോ ആദ്യമായിട്ട് പ്രയോഗിച്ച രാഷ്ട്രപതിയും ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഇനി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഉണ്ട്. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഇനി നീലം സഞ്ജീവ റെഡ്ഡി, എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. പിന്നെ ഓപ്ഷനിലുള്ള മറ്റൊരു രാഷ്ട്രപതി ആണ് R വെങ്കിട്ടരാമൻ. രണ്ടാം ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ ഇന്ത്യയിലെ ധനകാര്യമന്ത്രിയായിരുന്നു R വെങ്കിട്ടരാമൻ. രണ്ടാം ബാങ്ക് ദേശസാൽക്കരണ സമയത്ത് ഇന്ത്യൻ ധനകാര്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? R വെങ്കിട്ടരാമനാണ്. അപ്പൊ നമ്മുടെ ചോദ്യം, ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം ഗ്യാനി സെയിൽ സിംഗ് ആണ്. 27ാമത്തെ ചോദ്യം, കേരളത്തിലെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്റർ ആണ്? കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്റർ ആണ്? ഓപ്ഷൻ A 720, ഓപ്ഷൻ B 690, ഓപ്ഷൻ C 560, ഓപ്ഷൻ D 580. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എത്രയാണ്? ഓപ്ഷൻ ഒന്നുകൂടി പറയാം. ഓപ്ഷൻ A 720, ഓപ്ഷൻ B 690, ഓപ്ഷൻ C 560, ഓപ്ഷൻ D 580. ഉത്തരം ഓപ്ഷൻ C 560 കിലോമീറ്റർ. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. എന്നാൽ കേരളത്തിന്റെ കടൽത്തീര ദൈർഘ്യം എന്ന് പറയുന്നത് 580 കിലോമീറ്റർ. കേരളത്തിന്റെ കടൽത്തീര ദൈർഘ്യം 580 കിലോമീറ്റർ. കേരളത്തിന്റെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് 38,863 സ്ക്വയർ കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ ഭൂവിസ്തൃതി 38,863 സ്ക്വയർ കിലോമീറ്റർ. എന്നാൽ കേരളത്തിന്റെ ഭൂവിസ്തൃതി സ്ക്വയർ മൈലിലാണെങ്കിൽ 15,005 സ്ക്വയർ മൈലാണ്. കേരളത്തിന്റെ ഭൂവിസ്തൃതി സ്ക്വയർ മൈലിൽ പറയുകയാണെങ്കിൽ 15,005 ആണ്. നമ്മൾ പറഞ്ഞു കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് 560 കിലോമീറ്റർ ആണ്. ഇനി ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം? 1.18%. ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം? 1.18%. കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 2011 സെൻസസ് അനുസരിച്ച് 3,33,00,000 കേരളത്തിലെ ജനസാന്ദ്രത എന്ന് പറയുന്നത് 1 സ്ക്വയർ കിലോമീറ്ററിൽ 860 ആണ്. അടുത്ത ചോദ്യം നോക്കാം. 28ാമത്തെ ചോദ്യം, കേന്ദ്ര മെറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര മെറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ A കൊല്ലം, ഓപ്ഷൻ B കോഴിക്കോട്, ഓപ്ഷൻ C കൊച്ചി, ഓപ്ഷൻ D തിരുവനന്തപുരം. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഒന്നുകൂടി പറയാം. ഓപ്ഷൻ A കൊല്ലം, ഓപ്ഷൻ B കോഴിക്കോട്, ഓപ്ഷൻ C കൊച്ചി, ഓപ്ഷൻ D തിരുവനന്തപുരം. ഉത്തരം ഓപ്ഷൻ C കൊച്ചി. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. എന്നാൽ നീണ്ടകര പ്രോജക്റ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊല്ലത്താണ്. ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് നീണ്ടകര അതെവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. എന്നാൽ ഇൻഡോസിസ് പ്രോജക്റ്റ് എവിടെയാണ്? മാട്ടുപ്പെട്ടിയിലാണ്. ഇൻഡോസിസ് പ്രോജക്റ്റ് മാട്ടുപ്പെട്ടിയാണ്, ഇടുക്കി ജില്ലയിലാണ്. അടുത്ത ചോദ്യം നോക്കാം. 29ാമത്തെ ചോദ്യം, ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? ഓപ്ഷൻ A കുന്തിപ്പുഴ, ഓപ്ഷൻ B ഗായത്രി പുഴ, ഓപ്ഷൻ C തൂതപ്പുഴ, ഓപ്ഷൻ D ചാലക്കുടി പുഴ. ഉത്തരം ഓപ്ഷൻ C തൂതപ്പുഴയാണ്. ഇപ്പൊ ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണെന്ന് ചോദിച്ചാൽ തൂതപ്പുഴയിലാണ്. നമുക്കറിയാം സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴയാണ് തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴ തൂതപ്പുഴയും സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴയുമാണ്. പാത്രക്കടവ് പദ്ധതി ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ കുന്തിപ്പുഴയിലാണ്. അതിപ്പോൾ നിലവിലില്ല. പാത്രക്കടവ് പദ്ധതി വരാനിരുന്നത് കുന്തിപ്പുഴയിലാണ്. നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന മറ്റൊരു പുഴയായിരുന്നു ഗായത്രി പുഴ. ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് ഏതെന്ന് പറയുന്നത്? ഗായത്രി പുഴ. ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് ഗായത്രി പുഴ. അതേപോലെ ഓപ്ഷനിലുണ്ടായിരുന്ന മറ്റൊരു പുഴയാണ് ചാലക്കുടി പുഴ. ചാലക്കുടി പുഴയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്.
അടുത്ത ചോദ്യം നോക്കാം. 30ാമത്തെ ചോദ്യം. അയ്യങ്കാളി ജനിച്ച ദിവസം ഏത്? അയ്യങ്കാളി ജനിച്ച ദിവസം ഏത്? വർഷവും ദിവസവും. അയ്യങ്കാളി ജനിച്ച ദിവസം. ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ 1863 ജൂലൈ 28. ഓപ്ഷൻ ബി 1863 സെപ്റ്റംബർ 28. ഓപ്ഷൻ സി 1863 ജൂൺ 28. ഓപ്ഷൻ ഡി 1863 ഓഗസ്റ്റ് 28. അയ്യങ്കാളി ജനിച്ച വർഷവും ദിവസവും ഏതാണ്? ഓപ്ഷൻ ഒന്നുകൂടി വായിക്കാം. ഓപ്ഷൻ എ 1863 ജൂലൈ 28. ഓപ്ഷൻ ബി 1863 സെപ്റ്റംബർ 28. ഓപ്ഷൻ സി 1863 ജൂൺ 28. ഓപ്ഷൻ ഡി 1863 ഓഗസ്റ്റ് 28. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1863 ഓഗസ്റ്റ് 28-നാണ് അയ്യങ്കാളി ജനിക്കുന്നത്. 1863 ഓഗസ്റ്റ് 28-ന് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിക്കുന്നത്. പ്ലാവത്തറ വീട് എന്നതാണ് അയ്യങ്കാളിയുടെ വീട്ടുപേരെന്ന് പറയുന്നത്. അയ്യങ്കാളിയുടെ വീട്ടുപേര് പ്ലാവത്തറ വീടാണ്. ജനനം വെങ്ങാനൂറാണ്. 1863 ഓഗസ്റ്റ് 28-നാണ് അയ്യങ്കാളി ജനിക്കുന്നത്. എന്നാൽ അയ്യങ്കാളി മരിക്കുന്നത് 1941 ജൂൺ 18-നാണ്. അയ്യങ്കാളി മരിക്കുന്നത് 1941 ജൂൺ 18-നാണ്. 1863-ലാണ് അയ്യങ്കാളി ജനിച്ചതെന്ന് പറഞ്ഞു. 1863 ജനിച്ച മറ്റ് രണ്ട് നവോത്ഥാന നായകരാണ്. ഒന്ന് ഡോക്ടർ പി പൽപ്പു. ഡോക്ടർ പി പൽപ്പു ജനിക്കുന്നത് 1863-ലാണ്. അതേപോലെ സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നതും 1863-ലാണ്. അപ്പോൾ ഡോക്ടർ പൽപ്പു, സ്വാമി വിവേകാനന്ദൻ, അയ്യങ്കാളി ഇവർ 3 പേരും ജനിക്കുന്ന വർഷം 1863-ലാണ്. അടുത്ത ചോദ്യം നോക്കാം. 31ാമത്തെ ചോദ്യം. ആഗമാനന്ദ സ്വാമി അന്തരിച്ച വർഷം ഏത്? ആഗമാനന്ദ സ്വാമി അന്തരിച്ച വർഷം ഏത്? ഓപ്ഷൻ എ 1973. ഓപ്ഷൻ ബി 1958. ഓപ്ഷൻ സി 1961. ഓപ്ഷൻ ഡി 1968. ആഗമാനന്ദ സ്വാമി അന്തരിച്ച വർഷം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1973. ഓപ്ഷൻ ബി 1958. ഓപ്ഷൻ സി 1961. ഓപ്ഷൻ ഡി 1968. ഉത്തരം ഓപ്ഷൻ സി 1961. ആഗമാനന്ദ സ്വാമികൾ അന്തരിച്ചത് 1961-ലാണ്. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമിയാണ്. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമിയാണ്. കൃഷ്ണൻ നമ്പ്യാതിരി എന്നതാണ് ആഗമാനന്ദ സ്വാമിയുടെ യഥാർത്ഥ പേര്. കൃഷ്ണൻ നമ്പ്യാതിരി എന്നതാണ് ആഗമാനന്ദ സ്വാമിയുടെ യഥാർത്ഥ പേര്. ആഗമാനന്ദ സ്വാമി ആദ്യമായിട്ട് ആശ്രമം സ്ഥാപിച്ചത് തൃശ്ശൂരിലെ പുതുക്കാടാണ്. ആഗമാനന്ദ സ്വാമികൾ ആദ്യമായി ആശ്രമം സ്ഥാപിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ്. അമൃതവാണി, പ്രബുദ്ധ കേരളം ഇത് രണ്ടും ആരുടെ മാസികകളാണെന്ന് ചോദിച്ചാൽ ആഗമാനന്ദ സ്വാമിയുടെ മാസികകളാണ്. അമൃതവാണി, പ്രബുദ്ധ കേരളം ആരുടെ മാസികകളാണ്? ആഗമാനന്ദ സ്വാമിയുടെ മാസികയാണ്. അടുത്ത ചോദ്യം നോക്കാം. 32ാമത്തെ ചോദ്യം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര്? ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി. ഓപ്ഷൻ സി തക്യാടയ്യ. ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി. ഓപ്ഷൻ സി തക്യാടയ്യ. ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമി. ഉത്തരം ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. നമ്മൾ പറഞ്ഞു വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട 2 കൃതികൾ നേരത്തെ പറഞ്ഞായിരുന്നു, അരുൾ നൂലും അഖിലത്തിരുട്ടും. അതേപോലെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ തിരുവിതാംകൂർ രാജാക്കന്മാരെ കറുത്ത പിശാച് എന്ന് വിശേഷിപ്പിച്ചതും ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളെ ശിങ്കാരത്തോപ്പ് ജയിലിൽ അടച്ച തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. വൈകുണ്ഠസ്വാമികളെ ശിങ്കാരത്തോപ്പ് ജയിലിൽ അടച്ച തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 33ാമത്തെ ചോദ്യം. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ബയോട്ടിൻ. ഓപ്ഷൻ ബി ഫോളിക് ആസിഡ്. ഓപ്ഷൻ സി തയാമിൻ. ഓപ്ഷൻ ഡി റൈബോഫ്ലാവിൻ.
ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ ഒന്നുകൂടി പറയാം. ഓപ്ഷൻ എ ബയോട്ടിൻ, ഓപ്ഷൻ ബി ഫോളിക് ആസിഡ്, ഓപ്ഷൻ സി തയാമിൻ, ഓപ്ഷൻ ഡി റൈബോഫ്ലാവിൻ. ഉത്തരം ഓപ്ഷൻ എ ബയോട്ടിൻ ആണ്. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ബയോട്ടിൻ. ഇപ്പോൾ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് ബയോട്ടിൻ ആയിരുന്നു. ബയോട്ടിൻ അറിയപ്പെടുന്നത് വൈറ്റമിൻ എച്ച് എന്നാണ്. ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ് ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് വൈറ്റമിൻ B9 ആണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. വൈറ്റമിൻ B9 ഫോളിക് ആസിഡ്. തയാമിൻ ഓപ്ഷൻ ഉണ്ടായിരുന്ന തയാമിൻ. വൈറ്റമിൻ B1 ആണ് തയാമിൻ. വൈറ്റമിൻ B1 തയാമിൻ. അടുത്ത ഓപ്ഷൻ ഉണ്ടായിരുന്നതാണ് റൈബോഫ്ലാവിൻ. വൈറ്റമിൻ B2 ആണ് റൈബോഫ്ലാവിൻ എന്ന് പറയുന്നത്. അപ്പോൾ B1 തയാമിൻ, വൈറ്റമിൻ B1 തയാമിൻ, വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ, വൈറ്റമിൻ B3 നിയാസിൻ, വൈറ്റമിൻ B5 പാൻറ്റോതെനിക് ആസിഡ്, വൈറ്റമിൻ B6 പിരിഡോക്സിൻ, വൈറ്റമിൻ B9 എന്നറിയപ്പെടുന്നത് ഫോളിക് ആസിഡ് ആണ്. അതേപോലെ വൈറ്റമിൻ B7 എന്നറിയപ്പെടുന്നത് ബയോട്ടിൻ ആണ്. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നതും ബയോട്ടിൻ ആണ്. വൈറ്റമിൻ B12 എന്നറിയപ്പെടുന്നത് സയാനോകോബാലമിൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. 34ാമത്തെ ചോദ്യം. സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചതെന്ന്? സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചതെന്ന് ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ 2012 ഓഗസ്റ്റ് 25, ഓപ്ഷൻ ബി 2013 ഓഗസ്റ്റ് 25, ഓപ്ഷൻ സി 2014 ഓഗസ്റ്റ് 25, ഓപ്ഷൻ ഡി 2015 ഓഗസ്റ്റ് 25. സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചത് എന്ന്? ഉത്തരം ഓപ്ഷൻ ഡി 2015 ഓഗസ്റ്റ് 25. 2015 ഓഗസ്റ്റ് 25-നാണ് സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതി ആരംഭിക്കുന്നത്. സെഹത് എന്ന ടെലിമെഡിസിന്റെ ഫുൾ ഫോം ആണ്, ടെലിമെഡിസിൻ പദ്ധതിയുടെ ഫുൾ ഫോം ആണ് സോഷ്യൽ എൻഡേവർ ഓർ ഹെൽത്ത് ആൻഡ് ടെലിമെഡിസിൻ. സെഹതിന്റെ ഫുൾ ഫോം ആണ് പറയുന്നത്. സെഹത് എന്നതിന്റെ ഫുൾ ഫോം ആണ് പറയുന്നത് സോഷ്യൽ എൻഡേവർ ഓർ ഹെൽത്ത് ആൻഡ് ടെലിമെഡിസിൻ. സോഷ്യൽ എൻഡേവർ ഓർ ഹെൽത്ത് ആൻഡ് ടെലിമെഡിസിൻ എന്നതാണ് സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതി, അതിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. ഇനി സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തതാര്? PSC 1 മാർക്ക്. രവിശങ്കർ പ്രസാദ് ആണ് സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. അടുത്ത നോക്കാം. 35ാമത്തെ ചോദ്യം. ഷാങ്ഹായി കോഓപ്പറേഷൻ ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ നിർമ്മിതി ഏത്? ഷാങ്ഹായി കോഓപ്പറേഷൻ ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ നിർമ്മിതി ഏത്? ഓപ്ഷൻ എ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ഓപ്ഷൻ ബി താജ്മഹൽ, ഓപ്ഷൻ സി ആഗ്ര ഫോർട്ട്, ഓപ്ഷൻ ഡി ഫത്തേപൂർ സിക്രി. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഷാങ്ഹായി കോഓപ്പറേഷൻ ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ നിർമ്മിതി ഏതെന്നാണ്. ഓപ്ഷൻ ഒന്നുകൂടി വായിക്കാം. ഓപ്ഷൻ എ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ഓപ്ഷൻ ബി താജ്മഹൽ, ഓപ്ഷൻ സി ആഗ്ര ഫോർട്ട്, ഓപ്ഷൻ ഡി ഫത്തേപൂർ സിക്രി. ഉത്തരം ഓപ്ഷൻ എ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണ് ഷാങ്ഹായി കോഓപ്പറേഷൻ ഓർഗനൈസേഷനിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ നിർമ്മിതി എന്ന് പറയുന്നത്. നമുക്കറിയാം സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആരുടേതാണ്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ ആണ് എന്തെന്നറിയപ്പെടുന്നത്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നറിയപ്പെടുന്നത്. ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ നർമ്മദ നദീതീരത്താണ്. ഇത് ശില്പി, ഏകതാ പ്രതിമയുടെ ശില്പി എന്ന് പറയുന്നത് RV സുധർ ആണ് ഏകതാ പ്രതിമയുടെ ശില്പി എന്ന് പറയുന്നത്. ഈ ഏകതാ പ്രതിമയുടെ ഉയരം എന്ന് പറയുന്നത് 182 മീറ്റർ ആണ്. 182 മീറ്റർ അല്ലെങ്കിൽ 597 അടി. 182 മീറ്റർ അല്ലെങ്കിൽ 597 അടിയാണ് എന്തിന്റെ ഉയരം? സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഉയരം എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷനിൽ ഉണ്ടായിരുന്നു താജ്മഹൽ. നമുക്കറിയാം താജ്മഹൽ പണിതത് ഷാജഹാൻ ചക്രവർത്തിയാണ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആഗ്രയിലാണ്. അടുത്തത് ഓപ്ഷൻ സി ആഗ്ര ഫോർട്ട് ആയിരുന്നു. ആഗ്ര ഫോർട്ട് പണിത സമയത്തെ ചക്രവർത്തി എന്ന് പറയുന്നത് അക്ബറാണ്. ഉത്തർപ്രദേശിലാണ് ആഗ്ര ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഫത്തേപൂർ സിക്രി, അതും ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. പണി ചെയ്യുന്ന സമയത്ത് ചക്രവർത്തി എന്ന് പറയുന്നത് അക്ബർ തന്നെയാണ്.
അടുത്ത ചോദ്യം നോക്കാം. 36ാമത്തെ ചോദ്യം. ഏതിന്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽ പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഏതിന്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽ പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഓപ്ഷൻ എ ഇന്റർനെറ്റ് ലഭ്യത, ഓപ്ഷൻ ബി സ്വത്തവകാശം, ഓപ്ഷൻ സി എല്ലാവർക്കും പെൻഷൻ ലഭിക്കുന്നതിനുള്ള അവകാശം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പൊ ഏതിന്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽ പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഉത്തരം ഓപ്ഷൻ എ ഇന്റർനെറ്റ് ലഭ്യത. മൗലികാവകാശങ്ങളുടെ ഗണത്തിൽ ഇന്റർനെറ്റ് ലഭ്യതയും ഉൾപ്പെടുമെന്ന് സുപ്രീം കോടതി 2020 നിരീക്ഷിക്കുകയുണ്ടായി. അപ്പോൾ ഇന്റർനെറ്റ് ലഭ്യത എന്നത് മൗലിക അവകാശമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് ആർട്ടിക്കിളിലാണ് ഇന്റർനെറ്റ് ലഭ്യത മൗലിക അവകാശമായിട്ട് ഉൾപ്പെടുന്നത്? ആർട്ടിക്കിൾ 21. നമുക്കറിയാം ജീവിക്കുവാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21. ആ ആർട്ടിക്കിൾ 21ലാണ് ഇന്റർനെറ്റ് ലഭ്യത മൗലിക അവകാശമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിക്കുന്ന ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിലും ആർട്ടിക്കിൾ 21 പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാലും ആർട്ടിക്കിൾ 21 ഇഷ്ടമുള്ള ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം വരുന്നതും ആർട്ടിക്കിൾ 21 അപ്പോൾ സുപ്രീം കോടതി 2020 ജനുവരിയിൽ നിരീക്ഷിച്ച ഇന്റർനെറ്റ് ലഭ്യത മൗലികാവകാശങ്ങളുടെ ഗണത്തിൽ പെടുന്നു. അതേപോലെ ഈ മൗലികാവകാശങ്ങൾ ഇന്റർനെറ്റ് ലഭ്യതയിൽ ഉൾപ്പെടുത്തിയത് ആർട്ടിക്കിൾ 21. അടുത്ത ചോദ്യം നോക്കാം. 37ാമത്തെ ചോദ്യം. ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശം ഏത്? ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശം ഏത്? ഓപ്ഷൻ എ നീർത്തടം, ഓപ്ഷൻ ബി നദീതടം, ഓപ്ഷൻ സി വൃഷ്ടി പ്രദേശം, ഓപ്ഷൻ ഡി ജലവിഭാജകം. ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശം ഏത്? ഓപ്ഷൻ എ നീർത്തടം, ഓപ്ഷൻ ബി നദീതടം, ഓപ്ഷൻ സി വൃഷ്ടി പ്രദേശം, ഓപ്ഷൻ ഡി ജലവിഭാജകം. ഉത്തരം ഓപ്ഷൻ സി വൃഷ്ടി പ്രദേശം. ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന പ്രദേശം അറിയപ്പെടുന്നത് വൃഷ്ടി പ്രദേശം എന്നാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം ചോദിക്കാം. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഏതാണ്? ചിന്നാറാണ് അല്ലേ? കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാർ വന്യജീവി സങ്കേതം. ചിന്നാറാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്ന മൃഗങ്ങളാണ് ഏതൊക്കെ? ചാമ്പൽ, മലയണ്ണാനും നക്ഷത്ര ആമയും. ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ്. അടുത്ത ചോദ്യം നോക്കാം. 38ാമത്തെ ചോദ്യം. പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ഗുജറാത്ത്, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി ഗോവ. പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ ബി തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം. നമ്മൾ നേരത്തെ വേടന്തങ്കൽ പക്ഷി സങ്കേതം പറഞ്ഞു, അത് സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. 39ാമത്തെ ചോദ്യം. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ ബി സുധീന്ദ്രനാഥ ദത്ത, ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്, ഓപ്ഷൻ ഡി അമർത്യ സെൻ. വേദങ്ങളുടെയും 5 പ്രധാനപ്പെട്ട ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് വേദങ്ങളുടെയും 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ രാജാറാം മോഹൻ റോയ് ആണ് ഇതിൽ ഉത്തരമായിട്ട് വരുന്നത്. നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ പല പ്രാവശ്യം രാജാറാം മോഹൻ റോയെ കുറിച്ച് പറഞ്ഞതാണ്. അടുത്ത ചോദ്യം നോക്കാം. 40ാമത്തെ ചോദ്യം. പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? ഓപ്ഷൻ എ തോമസ് ഹാർവേ ബാബർ, ഓപ്ഷൻ ബി റോബർട്ട് ക്ലൈവ്, ഓപ്ഷൻ സി സർ ഐർക്യൂട്ട്, ഓപ്ഷൻ ഡി ആർതർ വെല്ലസ്ലി. പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി റോബർട്ട് ക്ലൈവ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കമിട്ട യുദ്ധമാണ് ഏതെന്ന് പറയുന്നത്? പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധം വർഷം 1757 ജൂൺ 23 1757 ജൂൺ 23 പ്ലാസി യുദ്ധം നടക്കുന്നത്. പ്ലാസി യുദ്ധത്തിൽ പങ്കെടുത്തത്
സിറാജുദ്ദൗളയും, ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയും ബ്രിട്ടീഷുകാരുടെ നേതാവായിരുന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന റോബർട്ട് ക്ലൈവുമാണ്. ഈ റോബർട്ട് ക്ലൈവാണ് ആരെ പരാജയപ്പെടുത്തിയത്? സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തുന്നത്. അപ്പോൾ 1757 ജൂൺ 23 പ്ലാസി യുദ്ധം എന്ന് പറഞ്ഞു. ജൂൺ 23 ലോക വിധവാ ദിനമാണ്. അപ്പോൾ റോബർട്ട് ക്ലൈവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ ബംഗാളിലെ ആദ്യത്തെ ഗവർണറാണ് റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്നത്. എനിക്ക് 2000 പട്ടാളക്കാരെ തരൂ, ഞാൻ ഭാരതം കീഴടക്കാം എന്ന് പറഞ്ഞത് ആരാണ്? റോബർട്ട് ക്ലൈവാണ്. എനിക്ക് 2000 പട്ടാളക്കാരെ തരൂ, ഞാൻ ഭാരതം കീഴടക്കാം എന്ന് പറയുന്നത് റോബർട്ട് ക്ലൈവാണ്. ബംഗാളിൽ ദ്വിഭരണം നടപ്പിലാക്കിയത് ആരാണ്? റോബർട്ട് ക്ലൈവാണ്. ബംഗാളിൽ ദ്വിഭരണം നടപ്പിലാക്കിയത് റോബർട്ട് ക്ലൈവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവാണ്. റോബർട്ട് ക്ലൈവാണ്. അപ്പോൾ നമ്മൾ 40 ചോദ്യങ്ങളാണ് നോക്കിയത്. ഈ 40 GK ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് പേപ്പർ മോഡലിൽ പറഞ്ഞു. അതുപോലെ ചെറിയൊരു എക്സ്പ്ലനേഷനുമാണ് തന്നത്. ഈ 40 ചോദ്യങ്ങളുടെ നിങ്ങൾ ഉത്തരം എഴുതിയെന്നറിയാം. അപ്പോൾ എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്യണം.